എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് കമ്പാർട്ട്മെൻറ്റ് വിഭാഗം പരീക്ഷാ ഫലങ്ങൾ എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുക എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി ഇംപ്രൂവ്മെൻറ്റ് സേ അതുപോലെ കമ്പാർട്ട്മെൻറ്റ് വിഭാഗം പരീക്ഷാ ഫലങ്ങൾ മെയ് 18-ാം തീയതിയോടെ, അതായത് +2-ൻ്റെ റിസൾട്ടിനോടൊപ്പമാണ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റിസൾട്ട് വന്ന ശേഷം നിങ്ങൾക്ക് kerala-results.nic.in എന്നുള്ള വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ റിസൾട്ട് വരുന്ന സമയത്ത് ഈ ഒരു വെബ്സൈറ്റിൽ സെപ്പറേറ്റ് ലിങ്ക് +1 റിസൾട്ട് പരിശോധിക്കുന്നതിനായിട്ടും നൽകിയിട്ടുണ്ടാകും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ +1-ൻ്റെ ഈ ഒരു സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് കമ്പാർട്ട്മെൻറ്റ് വിഭാഗം പരീക്ഷാഫലം വന്ന ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടില്ല. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ നിങ്ങൾ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് അതായത് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്ന മാർക്ക് എന്ന് പറയുന്നത് ഒരു 40 മാർക്ക് കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ റിസൾട്ട് വന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് ജസ്റ്റ് ഒരു 10 മാർക്കേ കിട്ടിയിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിലും അതുപോലെ തന്നെ ചില സമയത്ത് നിങ്ങൾക്ക് 40 കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു, എന്നാൽ നിങ്ങൾക്കൊരു 30 മാർക്കേ കിട്ടിയിട്ടുള്ളൂ. അതായത് നിങ്ങൾക്ക് ഈ ഒരു ഉറപ്പായിട്ടും പ്രതീക്ഷയുണ്ട് 40 മാർക്ക് കിട്ടുമെന്നുള്ളത്. അപ്പോൾ എന്നാൽ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ റീവാലുവേഷനായിട്ട് അപേക്ഷ സമർപ്പിക്കാം. റീവാലുവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആൻസർ ഷീറ്റ് ഒന്നും കൂടി വാലുവേഷൻ ചെയ്യുന്നതിനാണ് റീവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ വാലുവേഷൻ ചെയ്യുകയും അതിനുശേഷം നിങ്ങൾക്ക് 10% മാർക്ക് കൂടുകയും ചെയ്യുകയാണെങ്കിൽ, അതായത് നിങ്ങൾക്കിപ്പോൾ ആദ്യം റീവാലുവേഷന് മുമ്പുള്ളത് ഈ ഒരു 30 മാർക്കാണ്. അതിന് ശേഷം, അതായത് നിങ്ങൾക്ക് ഈ റീവാലുവേഷന് ശേഷം ഈ ഒരു 10% മാർക്ക് കൂടി, 10% എന്ന് പറയുമ്പോൾ ആ ഒരു സബ്ജക്റ്റിൻ്റെ ആകെ മാർക്കിൻ്റെ 10%, 60-ൻ്റെ 10% എന്ന് പറയുമ്പോൾ 6 മാർക്കാണ്. അപ്പോൾ റീവാലുവേഷന് ശേഷം നിങ്ങൾക്ക് ഒരു 36 മാർക്ക് നിങ്ങൾക്ക് കൂടിയിട്ട്, അതായത് 36 മാർക്കായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അടച്ച ആ ഒരു റീവാലുവേഷനായിട്ട് അടക്കുന്ന 500 രൂപ നിങ്ങൾക്ക് തിരികെ റീഫണ്ടായിട്ട് കിട്ടുന്നത് ആയിരിക്കും. അതുപോലെ തന്നെ റീവാലുവേഷനായിട്ട് എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം പറയാം. ഈ ഒരു +1-ൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് കമ്പാർട്ട്മെൻറ്റ് വിഭാഗം പരീക്ഷാ ഫലത്തിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായിട്ട് അപേക്ഷിക്കാൻ പറ്റും. റീവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു വീണ്ടും നിങ്ങളുടെ പേപ്പർ വാലുവേഷൻ ചെയ്യുന്നതാണ്. സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേപ്പർ വാലുവേഷൻ ചെയ്യില്ല, ഇട്ട മാർക്ക് എവിടെയെങ്കിലും കൂട്ടിയത് തെറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് വാലുവേഷൻ ചെയ്യാനായിട്ട് വിട്ടുപോയിട്ടുണ്ടോ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നതാണ് സ്ക്രൂട്ടിനി എന്ന് പറയുന്നത്. റീവാലുവേഷൻ അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ സ്ക്രൂട്ടിനിക്ക് അപേക്ഷിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആൻസർ ഷീറ്റിൻ്റെ ഫോട്ടോ കോപ്പിക്ക് വേണമെങ്കിലും അപേക്ഷ സമർപ്പിക്കാം. അതായത് ഫോട്ടോ കോപ്പി എന്ന് പറയുന്നത്, അത് നിങ്ങൾക്ക് ഫോട്ടോസ്റ്റാറ്റ്, നിങ്ങളുടെ ആൻസർ ഷീറ്റിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് നിങ്ങൾക്ക് അത് സ്കൂൾ വഴി ലഭ്യമാവുകയാണ് ചെയ്യുക. അതല്ലെങ്കിൽ തപാൽ മുഖേനയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. തപാൽ എന്ന് പറയുമ്പോൾ പോസ്റ്റ് ഓഫീസ് മുഖേനയാണ് നിങ്ങൾക്ക് ചില സമയങ്ങളിൽ കിട്ടുക. അത് ഓരോ സമയം എങ്ങനെയാണ് നൽകുന്നത് എന്നുള്ള കാര്യം അനുസരിച്ചിട്ടാണ് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു റീവാലുവേഷനായിട്ടുള്ള അതുപോലെ സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത്, നിങ്ങൾക്ക് സ്കൂളിൽ നിന്നൊരു ഫോം കിട്ടും. അപ്പോൾ ആ ഒരു ഫോം വാങ്ങി നിങ്ങൾ ഫില്ല് ചെയ്യുക. ആ ഒരു ഫോമിൽ നിങ്ങൾ ഏത് വിഷയമാണ് ഈ ഒരു സ്ക്രൂട്ടിനി അല്ലെങ്കിൽ ഫോട്ടോ കോപ്പി അല്ലെങ്കിൽ ഈ ഒരു റീവാലുവേഷൻ അപേക്ഷിക്കുന്നത്, അതനുസരിച്ച് അതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസും, അതിന് മുമ്പ് ഈ ഒരു റീവാലുവേഷൻ, അതായത് ഈ ഒരു ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയിൽ കിട്ടിയ മാർക്ക് എത്രയാണ് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നൽകിയ ശേഷം നിങ്ങൾക്ക് അതിൽ നിങ്ങളുടെ അഡ്രസ്സ് നൽകാനുള്ള ഭാഗമുണ്ട്. അതുപോലെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, അതുപോലെ തന്നെ നിങ്ങളുടെ സ്കൂളിൻ്റെ പേര്, അതുപോലെ സെൻറ്ററിൻ്റെ ആ ഒരു കോഡ്, ഇതുപോലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ, ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്ത ശേഷം നിങ്ങൾ ഈ ഒരു അതിന് എത്ര രൂപയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ആ ഒരു ഫോമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ഫോട്ടോ കോപ്പിക്ക് 300 രൂപയാണെന്നാണ് തോന്നുന്നത്. അതുപോലെ സ്ക്രൂട്ടിനിക്ക് ഏകദേശം 100 രൂപയോളം ആണ് ഫീസ് ഇനത്തിൽ വരുന്നത്. റീവാലുവേഷന് 500 രൂപയാണ് വരുന്നത്. ഈ ഒരു റീവാലുവേഷൻ്റെ ഫീസാണ് നിങ്ങൾക്ക് 10% മാർക്ക് കൂടുകയാണെങ്കിൽ തിരികെ റീഫണ്ടായിട്ട് കിട്ടുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു +1-ൻ്റെ റിസൾട്ട് വന്ന ശേഷം, അതായത് ഈ ഒരു +1-ൻ്റെ ഈ ഒരു സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് കമ്പാർട്ട്മെൻറ്റ് വിഭാഗം പരീക്ഷാ ഫലങ്ങൾ വരുന്നത് +2-ൻ്റെ റിസൾട്ടിൻ്റെ കൂടെ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് +2 റിസൾട്ട് പരിശോധിച്ച് നിങ്ങൾ ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് kerala-results.nic.in എന്നുള്ള ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി മാത്രമാണ് +1 റിസൾട്ട് അറിയാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു കഴിഞ്ഞ വർഷം ഈ ഒരു +1-ൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് അതുപോലെ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിൽ പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നില്ല. അതിനു മുമ്പ് 2023-ൽ മാത്രമാണ് ഈ ഒരു +1-ൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷാഫലം നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് അതിൻ്റെ ലിങ്ക് ഉണ്ടാവുക. അതായത് DHSE ഫസ്റ്റ് ഇയർ ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പരീക്ഷ നടന്ന ആ ഒരു ഡേറ്റ് ഉണ്ടാകും. മുൻ വർഷങ്ങളൊക്കെ സെപ്റ്റംബറിലാണ് പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു സെപ്റ്റംബർ 2023, അത് ലാസ്റ്റ് നടന്ന ഈ ഒരു പരീക്ഷ സെപ്റ്റംബർ 2023-ലാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ഒരു ലിങ്ക് റിസൾട്ട് വന്ന സമയത്ത് മുകളിലായിട്ട് തന്നെ കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് റോൾ നമ്പർ നൽകി ഡേറ്റ് ഓഫ് ബർത്ത് കൂടി നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡിവിജ്വൽ റിസൾട്ട് അറിയാം. ഏതൊക്കെ വിഷയം നിങ്ങൾ ഇംപ്രൂവ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ സേ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലായിട്ട് +1 പരീക്ഷ ചെയ്തിട്ടുണ്ടോ അതിൻ്റെയൊക്കെ റിസൾട്ടാണ് നിങ്ങൾക്ക്
അതായത് എഴുതിയ സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് മാത്രമാണ് കാണാൻ സാധിക്കുക. മറ്റ് സബ്ജക്റ്റുകളുടെ ആ ഒരു മാർക്ക് ഡീറ്റെയിൽസ് ഒന്നും ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ കമ്പാർട്ട്മെൻറ്റ് ബാർ റിസൾട്ടിൽ ഉണ്ടാവില്ല. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കാവുന്നതും നിങ്ങൾ അതിന് ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതുമാണ്. അതുപോലെ തന്നെ ഈ ഒരു സെക്കൻഡ് ഇയറിൻ്റെ റിസൾട്ടും ഒരുമിച്ചാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു +2 ടോട്ടലി പാസ്സായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ സ്കൂൾ വൈസ് റിസൾട്ട് അറിയാനുള്ള ഓപ്ഷനും ഈ ഒരു പേജിൽ ഉണ്ടാകും. അതിൽ നിങ്ങൾ സ്കൂൾ കോഡ് നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾ വൈസ് റിസൾട്ടും സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതായത് +1ൻ്റെയും +2ൻ്റെയും റിസൾട്ട് ഒരുമിച്ച് വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു +2 റിസൾട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു +2 ഓവറോളായിട്ട് തോറ്റിട്ടുണ്ടോ ജയിച്ചിട്ടുണ്ടോ എന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. നിങ്ങളുടെ റിസൾട്ടിൽ അതായത് +2ൻ്റെ റിസൾട്ടിൽ നിങ്ങൾക്ക് ഈ ഒരു EHS എന്നാണെങ്കിൽ നിങ്ങൾ ജയിച്ചിട്ടുണ്ട്, അതായത് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നുണ്ടാവും. അതുപോലെ തന്നെ NHS ആണെങ്കിൽ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നായിരിക്കും. അതായത് നിങ്ങൾ ജയിച്ചിട്ടില്ല എന്നാണ് NHS അല്ലെങ്കിൽ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.